ബ്രോ, ഈ ജിമ്മ് കണ്ടുപിടിച്ചത് ആരായിരിക്കും? ഫിറ്റ്നസിന് വേണ്ടി റെസ്റ്റ്ലെസ് ആയി ഭാരം ചുമക്കേണ്ട അവസ്ഥയാണല്ലോ. അതിന്റെ പേരിൽ ഇങ്ങനെ കുറെ വേദന. അല്ല ബ്രോ, ഇങ്ങനെ മേലനങ്ങി ഭാരം ചുമക്കാതെ ഫിറ്റ് ആവാൻ ഒരു വഴിയില്ലേ? ഒരു വഴിയുണ്ട്. വയററിയാതെ കഴിക്കുന്ന നിർത്തിയാൽ മതി. എന്റെ അമ്മോ, എന്നെ കൊണ്ടത് പറ്റില്ല. ഞാൻ ഈ ഭാരം ചുമന്നോളാം. എടാ വിവേകെ, ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ വീണ്ടും ഞാൻ ആ പെണ്ണിനെ കണ്ടിരുന്നു. ഏത് പെണ്ണിന്? നിനക്കറിയില്ലേ, അന്ന് നമ്മുടെ ഓഫീസിൽ കയറി വന്ന് ഫർണിച്ചറൊക്കെ ഡാമേജ് ആക്കിയിട്ട് പോയ ആ പെണ്ണെ? ആണോ ബ്രോ? നേരാണോ? അതിന് നീ എന്തിനെങ്ങനെ ഞെട്ടുന്നേ? ഞാൻ പറഞ്ഞ ബ്രോ വിശ്വസിക്കില്ല. അതിന് നീ എന്ത് പറഞ്ഞിട്ടാ വിശ്വസിക്കാതിരുന്നേ? ആ പെൺകുട്ടി വീണ്ടും വീണ്ടും എന്തിനാ ഏട്ടന്റെ മുന്നിലെത്തുന്നേ? വേറെ ആരെയും ക്ലാഷ് ചെയ്യാത്ത എന്താ? എന്തിനായിരിക്കും? ഏട്ടനും ആ പെണ്ണിനും എന്തോ കണക്ഷൻ ഉണ്ട് ബ്രോ. ഷടപ്പ്. സത്യമായിട്ടും ബ്രോ, ഡെസ്റ്റിനി പതുക്കെ പതുക്കെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുക. ബിലീവ് മീ ബ്രോ. ഇതുകൊണ്ട് തന്നെയാ നിന്നോട് ഈ കാര്യം പറയണ്ടെന്ന് വെച്ചേ. പറഞ്ഞില്ലെന്ന് കരുതി നടക്കാനുള്ള കാര്യം നടക്കാതിരിക്കൂ. മിഥുൻ, വിവേകെ, മോൻ വിളിക്കുന്നുണ്ട്, നീ വരുന്നോ? വേറെന്ത് ചെയ്യാനാ? മോം എന്തിനാ വിളിച്ചേ? മോനെ മിഥുൻ, ഇന്ന് നിന്റെ പ്രോഗ്രാം എന്താ? പ്രോഗ്രാം എന്ന് വെച്ചാൽ 11 o'clock ടെൻഡർ ഓഫീസിലേക്ക് പോകണം. 12 o'clock ഫോറിൻ ഡെലിഗേറ്റ്സിന്റെ മീറ്റിംഗ് ഉണ്ട്. 1 o'clock ലഞ്ച്, 2 o'clock സൈറ്റ് വിസിറ്റ്. അത് കഴിഞ്ഞ് ഡൽഹിയിലേക്ക്. മോൻ മറന്നോ, എനിക്ക് ബെസ്റ്റ് ബിസിനസ്സുകാരനുള്ള അവാർഡ് അനൗൺസ് ചെയ്തിരിക്കുക. സോറി മോം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോം എന്താ എന്നോട് പറയാൻ വന്നേ? ഒന്നുമില്ല മിഥുൻ. പ്ലീസ് മോം, ടെൽ മീ. നീ ഇന്ന് വളരെ ബിസിയല്ലേ? സാരമില്ല മോനെ. മോം, ഈ മിഥുൻ എത്ര ബിസി ആണെങ്കിലും എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മോമാണ് എനിക്ക് വലുത്. പറയാമേ? നമുക്കൊന്നിച്ചൊന്ന് ജ്വല്ലറി ഷോപ്പിൽ പോയാലോന്നുണ്ട്. ജ്വല്ലറി ഷോപ്പിലേക്കോ? എന്തിനാ വല്യമ്മേ? എനിക്കെന്തെങ്കിലും പൊന്നരഞ്ഞാണം വാങ്ങിത്തരാൻ വേണ്ടിയാണോ? മിണ്ടാതിരിക്കണം. എന്തിനാ ഇപ്പൊ ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നേ? കുറച്ച് സ്വർണം വാങ്ങാനുണ്ട്. കഴിഞ്ഞ ദിവസം പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ഒരു മാല റിപ്പയറിങ്ങിന് കൊടുത്തിരുന്നു. അതൊന്ന് വാങ്ങിച്ചോണ്ട് വരണം. മാലയുടെ കാര്യം ഓക്കെ, ഈ പമ്പരം ഗതാഗതം ഒക്കെ എന്ന് വെച്ചാ? അത് പമ്പരവും ഗതാഗതമൊന്നുമല്ല, പരമ്പരാഗതം. വംശപിതാമഹന്മാരെ തലമുറകളായി കൈമാറി തരുന്നതാ. എന്നുവെച്ചാ? നിന്റെ അമ്മ ജ്വല്ലറി ഷോപ്പിൽ റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുള്ള ആ മാല വളരെയേറെ വിലപിടിപ്പുള്ളതാണ് മോനെ. അതിലേറെ വിശേഷപ്പെട്ടതുമാണ്. ആ മാല എന്റെ അച്ഛമ്മ എന്റെ അമ്മയ്ക്ക് കൊടുത്തതാ. എന്റെ അമ്മ നിന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇപ്പൊ നിന്റെ അമ്മ അത് അവളുടെ മരുമോൾക്ക് കൊടുക്കാൻ വേണ്ടി റിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ അത് നീയോടെ കാണണ്ടേ? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനുള്ളത് നിനക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? അതിനാ അവള് നിന്നെ കൂടെ കൂട്ടുന്നേ. നീ എന്ത് പറയുന്നു മോനെ? ഓക്കെ മോം, അമ്മയോട് എന്തെങ്കിലും ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരിയടാ, എന്നാ വാ. എനിക്ക് നിങ്ങളും വരുന്നില്ലേ? അത് വേണോ? പിന്നെ നിങ്ങളില്ലാതെ എന്നാ വാ. വാ മക്കളെ. ആ ഞാത്ത് കമ്മലിങ്ങെടുത്തേ. അയ്യേ, ഇത് കൊള്ളില്ല. അത് ആ വലിയത്. ഞാത്ത് കമ്മൽ ഒരു 4-5 പവനെങ്കിലും വേണ്ടേ? ഞങ്ങളൊക്കെ കുറച്ച് സ്റ്റാറ്റസ് ഉള്ളവരാ. മേഘനെ, ഇതൊന്ന് നോക്കിയേ. ഇത് വെച്ച് നോക്കട്ടെ. ഇത് നോക്കിക്കേ. നല്ലൊരു ചെക്കനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് അപ്പൂപ്പന്റെ മോഹമായിരുന്നു. ഈ കല്യാണം നടന്ന നിനക്ക് മാത്രമല്ല, ചാരുവിന്റെ നിതിന്റെ എല്ലാം ഭാവി സുരക്ഷിതാവും. ചാരുവിനെ അവൻ തന്നെ പഠിപ്പിച്ചോളും. നിതിന്റെ ഓപ്പറേഷനും അവൻ കൂടെ നിന്ന് നടത്തിക്കോളും. മോളെ, ഞാൻ തരുന്ന കിട്ടുന്നില്ലല്ലോ. എത്ര നേരം ആന്റി, ഇത് കട മൊത്തം വാങ്ങിക്കാൻ പോണോ? ഒന്ന് മിണ്ടാതിരിക്കടാ. ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല. അവിടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ.
നിനക്ക് ആ കമ്മൽ ഇഷ്ടമായോ? സാവകാശം മതി, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. ഇവക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുത്തേ. നമസ്കാരം. വെൽക്കം മാഡം. നിങ്ങളുടെ റേഞ്ചിന് ചേരുന്നതൊക്കെ മേലത്തെ ഫ്ലോറിലാണുള്ളത്. വരൂ മാഡം, കാണിച്ചു തരാം. വരൂ. വന്നേ. വാ. അത് കുഴപ്പമില്ല. മിഥുനേട്ടാ വാ. 1 മിനിറ്റടാ, നീ അങ്ങോട്ട് ചെല്ലു, ഞാൻ വരാം. അയ്യോ മാഡം, സാരമില്ല, ഞാൻ എടുത്തോളാം. സോറി. സോറി. മാഡം പറഞ്ഞ നെക്ലേസ് ഇതാണ്, ഒന്ന് നോക്കിക്കേ. നല്ല ഭംഗിയുണ്ട്. ഇന്നിവിടെ കുറെ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് മാഡം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടട മോനെ, പുതിയത് ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ മാം, സെലക്ട് ചെയ്തോ. മേഘനെ, ചെയിൻ നോക്കുവാണോ? നോക്കൂ നോക്കൂ നോക്കൂ, ഇഷ്ടമുള്ളതെല്ലാം എടുത്തോ. മേഘനെ, ഇത് നല്ല ഭംഗിയുണ്ട്, എടുത്തോ. എനിക്ക് വേണ്ട. ശംഖ പോലത്തെ കഴുത്തില് ഈ നേരിയ ചെയിൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിങ്ങനെ വെച്ച് നോക്കി. ഒന്നും വേണ്ട. ശരിയെന്നാ, ഇഷ്ടമുള്ളത് നോക്കി എടുത്തോട്ടോ. ജഗു ജഗു, ഇതെങ്ങനെയുണ്ടടാ? ആർക്കാ ഇത്? എനിക്കാടാ. ഇപ്പൊ കല്യാണം ആന്റിക്കാണോ മേഘനയ്ക്കാണോ? എടാ മോനെ, കല്യാണം അവക്കാണെങ്കിലും നടത്തുന്നത് ഞാനല്ലേ. അപ്പൊ ഞാൻ അവളെക്കാളും നന്നായി ഒരുങ്ങണ്ടേ? അതിന് ഇത്രയും കാശിന്റെ വേണം? ഇതിനത്ര കാശൊന്നുമില്ല, 2 ലക്ഷം. 2 ഒന്നുമല്ല, 4 ഉണ്ടാവും. ഒന്ന് പോടാ. ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ എന്താ? അതെന്താ, നമ്മുടെ സ്റ്റാറ്റസിന് ഇത് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. നിനക്ക് കോടികളുടെ ആസ്തിയുള്ള മേഘനയാ ഞാൻ തരുന്നേ, അത് മറക്കണ്ട കേട്ടോ. നീ വന്നേ, ബില്ലടച്ചേ. എന്തൊരു കഷ്ടോ ദൈവമേ. അരുണിമേ, ഇത് ഓക്കെ അല്ലേ? ഓക്കെ ചേട്ടാ. ആ, ഇതെല്ലാം വേഗം പാക്ക് ചെയ്തോളൂ. ശരി സാർ. അമ്മേ, ഉം, അമ്മ പറഞ്ഞ സ്പെഷ്യൽ നെക്ലസ് ഇതാണോ? അതെ മിഥുൻ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് മോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതിന്റെ മരുമോൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യിപ്പിച്ചതാ. മോമിന്റെ സെലക്ഷൻ എപ്പോഴും അടിപൊളിയായിരിക്കും. അമ്മേ, 1 മിനിറ്റ്. എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി, ഞാൻ ചെന്ന് എടുത്തോണ്ട് വരാം. ശരി ചെല്ല്.
മേഘനെ, ബില്ലിങ് കഴിഞ്ഞു, വാ നമുക്ക് പോവാം. ഇതേതാടി നെക്ലേസ്? ജഗദീഷ് വാങ്ങിച്ചെന്നാണോ? അയ്യോ, എന്തൊരു ഭംഗിയാ. ചെറിയമ്മേ, ഇത് കൊള്ളാലോടി മോളെ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ നിനക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു തരുന്നേ? നിന്റെ കഴുത്തിന് ഇത് ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ ഇട്ടോളാട്ടോ. ചെറിയമ്മേ, ഇതിപ്പോ മോളിന്ന്. എന്താ പെണ്ണെ മോളിന്ന്? നല്ല കനമുള്ളതാ സെലക്ട് ചെയ്തിരിക്കുന്നത്. മിടുക്കിയ എന്റെ മോള്. ഇതാരോ മോളിന്ന് താഴെ കിട്ടതാ ചെറിയമ്മേ. എന്നാ പിന്നെ ദൈവമായിരിക്കും. നിന്റെ കഴുത്തിൽ വീണ അത് നമ്മുടെതാ. തെറ്റല്ലേ ചെറിയമ്മേ? ആരുടെ എന്താന്നൊക്കെ ആർക്കറിയാം? ഒരു തെറ്റുമില്ല. നമ്മളതിനെ മോഷ്ടിച്ചൊന്നും അല്ലല്ലോ. ദൈവം മോളിന്ന് ഇട്ട് തന്നതാ. ആരുടെയാണെന്ന് ചോദിച്ച് തിരിച്ചു കൊടുക്കണം. ചോദിക്കാതെ കിട്ടിയ ലക്ഷ്മിയെ തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. നീ വന്നേ വാ. അതല്ല ചെറിയമ്മേ. ഈ നെക്ലസ് മേഡം അന്ന് ഞങ്ങളുടെ ഓഫീസില്. ഏയ്, ആരാടോ താൻ? നിങ്ങളൊന്ന് നിൽക്ക്. മേഡം, മേഡത്തിന് എന്നെ മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഈ നെക്ലസ്. ഈ നെക്ലേസ് നിങ്ങളുടെയായിരുന്നോ? അതെ മേഡം, കയ്യിൽ നിന്ന് താഴെ വീണ് പോയതാ. എന്നാലും ഇത് എന്റേതല്ല, മിഥുന്റെ, എന്റെ ചേട്ടന്റെ. മിഥുനേട്ടന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ വല്യമ്മ വാങ്ങിച്ചതാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് താൻ തന്നെ എടുത്തോ. എനിക്കെന്തിനാ നിങ്ങളുടെ നെക്ലസ്? എന്റേതല്ലാത്തതൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാറില്ല. അന്യരുടെ സമ്പത്ത് അത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും എനിക്കതൊന്നും വേണ്ട. ഇതിപ്പോ എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് തന്റെ കഴുത്തിലേക്ക് വീണതാ. എന്ത് നിമിത്താണോ ആവോ. അറിയാതെ വീണതല്ലേ, കാര്യമാക്കണ്ട. ഇത് പിടിച്ചോ. നീ നിക്ക് മേഘനെ. എന്താടോ ഇത്? ഞങ്ങൾ എന്തിനാ ഇത് തിരിച്ചു തരുന്നേ? ഞങ്ങളുടേതായോണ്ട്. അതിനെന്താ ഗ്യാരണ്ടി? നീ ഇത് മോഷ്ടിച്ചതാണെങ്കിലോ? ആ, മോഷ്ടിച്ചതാണെന്നോ? ഞാനോ? താൻ തന്നെ. ഇത് തന്റേതാണെന്ന് എനിക്ക് വിശ്വാസമില്ലെങ്കിലോ? ഞങ്ങൾക്ക് കിട്ടിയതാ, അപ്പൊ ഞങ്ങളുടെതാ. ചെറിയമ്മേ, പ്ലീസ് വിട്ടുകളാം. ഇത് അവരുടേത് തന്നെയാ, നമ്മുടെ അല്ലല്ലോ. വെച്ചോളൂ. ഒന്ന് നിക്കണേ, ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. ഏട്ടാ, മിഥുനേട്ടാ. ഏട്ടൻ എഴുന്നള്ളുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? ഇത് നിങ്ങളുടേതാണെന്നും പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചില്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ മേഘനെ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ എടാ കിട്ടിയടാ. ഏട്ടാ, സൂപ്പർ സീന മിസ് ചെയ്ത്. എന്ത് സീന്? ഏട്ടന്റെ കയ്യിൽ നിന്ന് താഴെ വീണ നെക്ലസ് ചെന്ന ആരുടെ കഴുത്തിലെ വീണെന്നറിയോ? എന്റെ ഏട്ടാ, ഏട്ടൻ ബാഡ് ഗേൾ എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ, അതേ കുട്ടിയുടെ കഴുത്തിലാ. വാട്ട്? അന്ന് നമ്മുടെ ഓഫീസിൽ കയറി വന്നപ്പോ ഫർണിച്ചർ നശിപ്പിച്ചെന്ന് പറഞ്ഞ് പോലീസിന് പിടിച്ചു കൊടുത്തില്ലായിരുന്നു? ആ പെണ്ണിന്റെ കഴുത്തിലാ വീണേ. ഇത് എന്തിന്റെ ഒരു നിമിത്തം അല്ലേ? എന്ത് നിമിത്തം? ഫേറ്റ്, ഡെസ്റ്റിനി ബ്രോ. എന്താ? ആ പെൺകുട്ടിക്കും ഏട്ടനും തമ്മിൽ എന്തോ ഒരു പൂർവ്വജന്മ ബന്ധമുണ്ട്. ഷടപ്പ്. സ്വപ്നം കാണാതെ വരാൻ നോക്ക്. ഓക്കെ. ഷാലു, ആ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട് മമ്മി. മമ്മി, ഇതെനിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. ഏയ്, അതിങ്ങ് തന്നെ. ഇങ്ങോട്ട് തന്നെ. എന്താ മമ്മി, എനിക്കിത് ഒത്തിരി ഇങ്ങോട്ട് ഇഷ്ടമായി. താ. ഇതെനിക്കുള്ളതാ. അതെങ്ങനെയാ? മമ്മി കുറെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എനിക്കൊരു നെക്ലസ് എങ്കിലും വാങ്ങിച്ചു തന്നോ? നാളെ നിന്റെ കല്യാണത്തിന് നിന്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നോളും. ഇപ്പെന്താ, ഈ നെക്ലസ് ഡാഡി വാങ്ങിച്ചു തന്നാണോ? അല്ലടി, ജഗദീഷ് വാങ്ങിച്ചതാ. അവനോ? ഒന്ന് പോടി. നീ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കിയില്ല. നമ്മള് ജഗദീഷിന് മേഘനെ കൊടുക്കുന്നില്ലേ, അതിന്റെ പേരിൽ നിർബന്ധം പിടിച്ച് അവൻ എനിക്ക് സമ്മാനിച്ചതായത്. ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ജഗദീഷ് അത് ചെയ്യും. അതിരിക്കട്ടെ, ജഗദീഷ് ഇപ്പൊ എവിടെയാ? നാളെ കല്യാണമല്ലേ, ഫംഗ്ഷന് ഹോള് ബുക്ക് ചെയ്യാൻ പോയതാ. എന്താ പറഞ്ഞ്? നാളെ കല്യാണമെന്നോ? എന്തിനായിട്ടാ നിങ്ങൾ വാ പൊളിക്കുന്നേ? നാളെ കല്യാണത്തിന് ഫംഗ്ഷൻ ഹോള് ബുക്ക് ചെയ്യണ്ടേ? ഞാൻ അതല്ല ചോദിച്ചത്. നാളെ എങ്ങനെയാ കല്യാണം? മുഹൂർത്തെങ്കിലും കുറിക്കണ്ടേ? ഒരു പെങ്കൊച്ചിന്റെ കല്യാണം എന്തൊക്കെ നോക്കി നടത്തേണ്ടതാ? പെൺകുട്ടി മാത്രമാ നമ്മുടേത്. കല്യാണ ചെലവൊക്കെ അവന്റെയാ. എല്ലാം അവൻ നോക്കിക്കോളാന്നാ പറഞ്ഞ്. എന്നാലും നാളത്തേക്കെല്ലാം നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കൺവെൻഷൻ മുതൽ ഫുഡ് വരെ, പൂമാല മുതൽ വാഴയില വരെ എല്ലാം അവൻ തന്നെ നോക്കിക്കോളൂന്നേ. നമ്മള് സദ്യം കഴിച്ച് കയ്യും കഴുകി പോന്ന മാത്രം മതി. നിങ്ങൾ ആ ശേഖരമാവനെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. പെട്ടെന്ന് വിളിച്ച് അങ്ങേരെങ്ങനെ വരാനാ? അങ്ങേരെങ്ങനെയെങ്കിലും വന്നോളും.
നാളെ മേഘനെ ഒരുക്കാൻ ആഭരണങ്ങളൊക്കെ വേണ്ടേന്നേ. എല്ലാ വക്കീലുകൾ അവനെടുത്ത് പെട്ടിയിൽ വെച്ചിരിക്കല്ലേ. അയാളെ വിളിച്ചിട്ട് അവളുടെ ആഭരണങ്ങളോ ആസ്തിയൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറ. അതിങ്ങ് തന്നെ. എന്താ മമ്മി? ഹലോ അമ്മാവാ, ഞാനാ നരേന്ദ്രൻ. നരേന്ദ്ര, മേഘന സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു അമ്മാവാ. ഒരു വിശേഷം അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്. നാളെ മേഘനയുടെ കല്യാണം. നാളെ മോനെ, അതെങ്ങനെയാ? അതമ്മാവാ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചത്. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു. അതാ അമ്മാവ അങ്ങ് തീരുമാനിച്ചു കളഞ്ഞത്. ശരി മോനെ, ഞാൻ വരാൻ നോക്കാം. ശേഖരമ്മാവാ, വരുമ്പോ അമ്മാവ കയ്യോടെ ലക്ഷ്മിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് പോരെ. കല്യാണ പെണ്ണിനെ ഒരുക്കണ്ടേ? ആയിക്കോട്ടെ നരേന്ദ്ര. എന്നാ വെച്ചോട്ടെ അമ്മാവാ. നീ എന്താടാ പറഞ്ഞേ? നിനക്ക് റിസോർട്ട് വേണമെന്നാ? അതേ മുരളി സാർ, ഇല്ലെന്ന് പറയരുത്. ഒരു രാത്രി, അല്ലല്ല, ആ രാത്രിയില് ഒരു 3-4 മണിക്കൂർ ഈ റിസോർട്ട് തന്ന വലിയ ഉപകാരമായിരുന്നു. എന്താ അപ്പി നീ പറയണേ? എന്റെ കല്യാണമാ സാറേ. എന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുമ്പില് ഒരു റേഞ്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. പ്ലീസ്, ഒരു 4 മണിക്കൂർ മതി. അതിന്റെ ഉള്ളിൽ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പെറുക്കി കെട്ടിപ്പോക്കോളാം. ജഗദീഷേ, 4 മണിക്കൂർ പോയിട്ട് 4 മിനിറ്റ് പോലും തരാൻ പറ്റത്തില്ല അപ്പി. നീ അവിടെ പോവാൻ നോക്ക്. സാർ, മുരളി സാർ, നീ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ എന്താ കരുതി വെച്ചേക്കണേ? നിതിൻ സാറും ഇല്ല, അറിഞ്ഞോണ്ടല്ല, പിന്നെ എന്നെ കൊന്നളഞ്ഞേക്കും. മിഥുൻ സാർ ഡൽഹിയിലേക്ക് എന്തോ പോയിരിക്കാ സാറേ. അവിടെ എന്തോ വലിയ അവാർഡ് ദാന ചടങ്ങാ. സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് എന്റെ കല്യാണവും കഴിയും, ആദ്യ രാത്രി നടക്കും. ആരും ഒന്നും അറിയില്ല. എന്തൊരു ശല്യാണ് നിന്നെ കൊണ്ട്. മേനക്ക് ഞാൻ റിസോർട്ട് വന്നാണ്ടല്ല, എന്റെ ജോലി പോയാ എന്നെ. നിന്റെ കാല് ഞാൻ പിടിക്കുന്നു. ഒന്ന് പോയാടാ ഇവിടെ നിന്ന്. ഓ, എന്നുവെച്ചാ തരില്ലല്ലേ? ഈ റിസോർട്ടിന് ചില സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ ചില റൂൾസ് ഒക്കെ ഉണ്ട്. ശരിയെന്നാ. തന്റെ കാര്യം വന്നപ്പോഴേക്കും റൂൾസും സിസ്റ്റവും എല്ലാം ഓർമ്മ വന്നു അല്ലേ സാർ? 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ റിസോർട്ടിനകത്ത് ഒരു മോഷണം നടന്നിരുന്നു. ഇപ്പൊ എന്തിനാടാ പൈല നീ ഇതൊക്കെ പറയണേ? മുരളി സാർ ആ മോഷണം നടത്തുമ്പോ ഞാനത് നേരിട്ട് കണ്ടിട്ടും മിഥുൻ സാറിനോട് ഒരു അക്ഷരം പറഞ്ഞില്ല. അന്ന് തന്നെ ഞാനല്ലേ രക്ഷിച്ചത്? അതൊക്കെ ശരി തന്നെയാ. ഇപ്പോഴാണെങ്കിലും ആ കാര്യം മിഥുൻ സാറിനെ ഞാൻ അറിയിച്ചെന്നിരിക്കട്ടെ. എങ്ങനെ ഉണ്ടാവും? നീ എന്താണ് ഭീഷണിപ്പെടുത്തുവാണോ? ഡിമാൻഡ് 4 മണിക്കൂർ. അല്ലല്ല, ഒരു രാത്രി. എന്റെ കല്യാണത്തിന് വേണ്ടി ഈ റിസോർട്ട് താൻ എനിക്ക് തന്നേ തീരൂ. എന്നാ ശരി, ഞാൻ തരാടാ. പക്ഷേ മാനേജർ അറിയാതെ കാര്യമൊന്നും നടക്കില്ല. അതൊക്കെ തന്റെ പ്രശ്നമാണ്. ഇവിടെ വലിയ വലിയ ആൾക്കാർ വരുന്ന സ്ഥലവാ. എന്നെ നാണം കെടുത്താതെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി അപ്പി, നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുരളി സാറേ. റിസോർട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കണേ. എന്നേ പോയിട്ട് വരാം മുരളി സാറേ. ബൈ.